ഏറെ നാളായി മനസ്സിലൊരു ചിന്ത കയറി കൂടിയിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം. പക്ഷെ ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? നോ ഐഡിയ. എന്നാൽ യൂട്യൂബിനോട് തന്നെ ചോദിച്ചാലോ? പോയ വേഗത്തിൽ തന്നെ തിരിച്ചെത്തി. അവിടെ പന്തം കൊളുത്തിപ്പട, വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാട് എന്ന് പറഞ്ഞ പോലെ. ആരോടെങ്കിലും ചോദിച്ചാലോ? മനസ്സിലെ ദുരഭിമാനം അതിലോട്ട് സമ്മതിക്കുന്നുമില്ല. എന്നാലോ മനസ്സിലെ മോഹം ഒട്ട് വിടുന്ന ലക്ഷണവുമില്ല. ഒടുവിൽ തഞ്ചവും തരവും നോക്കി 11 വയസ്സുകാരി പേരക്കുട്ടിയോട് സ്വകാര്യത്തിൽ കാര്യം പറഞ്ഞൊപ്പിച്ചു. അവൾക്ക് 11 മിനിറ്റ് വേണ്ടി വന്നില്ല. ചാനൽ റെഡി. വീഡിയോ എഡിറ്റിംഗ് വരെ അവൾ നിമിഷങ്ങൾക്കുള്ളിൽ ചെയ്തു കാണിച്ചു. ഇതാണോ ഇത്ര വലിയ ആനക്കാര്യം എന്ന മട്ടിൽ അവൾ എന്റെ നേരെ ഒരു നോട്ടവും നോക്കി. കൊള്ളാലോ ഈ ന്യൂജൻ പിള്ളേര്. ഇങ്ങനെയുള്ള മിടുക്കന്മാരോട് ഇന്റർനെറ്റും മറ്റു സാമൂഹിക മാധ്യമങ്ങളും ഉപയോഗിക്കരുതെന്ന് നാം എങ്ങനെ പറയൂ? ചിലർ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്ന് കരുതി അവയെല്ലാം ഉപേക്ഷിക്കണമെന്ന് അവരോട് പറയുന്നതും അവിവേകമല്ലേ? അല്ലെങ്കിൽ അതൊക്കെ തന്നെ പ്രായോഗികമാണോ? കാരണം ഒരാളുടെ വ്യക്തിത്വ വികാസത്തിൽ ഈ മാധ്യമങ്ങളെല്ലാം തന്നെ നിർണായകമായ പങ്കു വഹിക്കുന്നുണ്ട്. മൊബൈൽ ഉപയോഗിക്കുന്ന കുട്ടികളോട് മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ അത് ഉപയോഗിക്കാത്ത നമ്മുടെ മക്കൾക്ക് കഴിയാതെ വരുന്നു. ഇന്ന് ഇന്റർനെറ്റിൽ കിട്ടാത്ത യാതൊരുവിധ അറിവുകളുമില്ല. പല ഇന്റർവ്യൂകളും മത്സര പരീക്ഷകളുമൊക്കെ എങ്ങനെ നേരിടണം, ഏതെല്ലാം രീതിയിൽ പ്രസന്റ് ചെയ്യണം, എന്തൊക്കെ പഠിച്ചു വെക്കണം എന്നതെല്ലാം വിശദമായി പറഞ്ഞു തരാൻ ഈ മാധ്യമങ്ങൾ നമ്മെ ധാരാളം സഹായിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഭംഗിയായി പഠിച്ചും പരിശീലിച്ചും വരുന്ന മക്കളോട് മത്സരിച്ചു ജയിക്കാൻ ഇതൊന്നും വശമില്ലാത്ത സാധാരണക്കാരായ നമ്മുടെ മക്കൾക്ക് കഴിയാതെ പോകുന്നു. ഇത് രണ്ടു തട്ടിലുള്ള സമൂഹത്തെ സൃഷ്ടിക്കാൻ കാരണമാകുന്നു. സോഷ്യൽ മീഡിയ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനും പരസ്പരം ആശയങ്ങൾ കൈമാറുന്നതിനും നമ്മെ സഹായിക്കുന്നുണ്ട്. ചെലവ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏതു തരം അറിവുകളും നേടിയെടുക്കുവാനും ഇത് നമ്മെ സഹായിക്കുന്നു. ഇന്ന് ഏതു തരം വാർത്തകളും വിവരങ്ങളും ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും എത്തിക്കുന്നതും ഇപ്പറഞ്ഞ മാധ്യമങ്ങൾ തന്നെ. നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ടാണ് ഉക്രൈനിലും ഫലസ്തീനിലുമൊക്കെ നടന്ന യുദ്ധങ്ങളും അതിന്റെ ഭീകരതകളും കണ്ടതും കണ്ണീർ വാർത്തതുമെല്ലാം. അതുപോലെ തന്നെ മറ്റു പല വിവരങ്ങളും വാർത്തകളും ആ നാട്ടിലോ രാജ്യത്തോ പോയി നാം നേരിട്ട് കാണുന്നതല്ലല്ലോ, മീഡിയകളിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതല്ലേ. ആധുനിക കാലത്തെ അഭിമുഖീകരിക്കുവാനുള്ള ആത്മാഭിമാനവും ആത്മവിശ്വാസവും വളർത്തിയെടുക്കുവാനും ആർക്കു മുന്നിലും അഭിപ്രായങ്ങൾ തുറന്നു പറയുവാനുള്ള ആത്മധൈര്യം നേടിയെടുക്കുവാനും സോഷ്യൽ മീഡിയ വഴിയൊരുക്കുന്നുണ്ട്. പല പല ഡിബേറ്റുകളും പ്രോഗ്രാമുകളും കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിപാടികളും മറ്റും ദിവസവും നാം ഈ മീഡിയകളിലൂടെ കാണുന്നുണ്ട്. ഇതെല്ലാം കുട്ടികളിൽ അവരുടെ കഴിവുകളെ വളർത്തിയെടുക്കുവാനും അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുവാനുമുള്ള ധൈര്യം നേടാൻ അവരെ സഹായിക്കുന്നു. അതുപോലെ കുടുംബ സാമൂഹ്യ ബന്ധങ്ങളും സൗഹൃദങ്ങളും നിലനിർത്താൻ ഈ മാധ്യമങ്ങൾ ഒട്ടേറെ സഹായിക്കുന്നുണ്ട്. ഇന്ന് വാട്സപ്പ് പോലുള്ള മാധ്യമങ്ങൾ ഇല്ലാത്തവരായി അധികം ആരും ഉണ്ടാവില്ല. നാട്ടിൻപുറത്തുള്ള വീട്ടമ്മമാർ പോലും അവരുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ ജനന മരണ വിവരങ്ങളും വിവാഹ ആഘോഷങ്ങളുമെല്ലാം അറിയുന്നതും പരസ്പരം പങ്കുവെക്കുന്നതും ഈ വാട്സപ്പിലൂടെയാണ്. ചുരുക്കത്തിൽ വിനോദത്തിനും വിജ്ഞാനത്തിനും ഒരുപോലെ ഈ മാധ്യമങ്ങൾ കുട്ടികളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അവ ഉപയോഗിക്കുന്നതിൽ നിന്നും നാം അവരെ എങ്ങനെ തടയും? എന്തു പറഞ്ഞ് എതിർക്കും? കോവിഡ് കാലത്ത് നാം തന്നെയല്ലേ മൊബൈലും ടാബുമെല്ലാം അവരുടെ കയ്യിൽ കൊടുത്തത്? പാഠഭാഗങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്യാനും അവ ഡൗൺലോഡ് ചെയ്യാനുമൊക്കെ നാം തന്നെയല്ലേ അവരെ പഠിപ്പിച്ചത്? വിജ്ഞാനത്തിന്റെയും വിനോദത്തിന്റെയും പുതിയ മേച്ചിൽപ്പുറങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് പിന്നെ ഒറ്റയടിക്ക് അവരെ അതിൽ നിന്നും വിലക്കുന്നത് എത്രമാത്രം ശരിയാണ്? അതിൽ എത്രമാത്രം നീതിയുണ്ട്? വിള തിന്നുമോ എന്ന് പേടിച്ച് പശുവിനെ ആലയിൽ കെട്ടിയിടുകയാണോ വേണ്ടത്? അതോ ഒരു കയറിന്റെ തുമ്പത്ത് അതിന്റെ കാവലാളായി നിന്നുകൊണ്ട് അതിനെ ഇഷ്ടം പോലെ മേയാൻ വിടുകയാണോ നല്ലത്?